അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റിൻ്റെ മുകളിൽ ലോഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും മേ ബി അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി 12th പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് പോലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവർക്കും ഈ എക്സാം എഴുതാൻ പറ്റും, അവരും എലിജിബിൾ ആണ്. ഇത് കൂടാതെ നമുക്കവിടെ ഫോം ഫില്ല് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ആ ഒരു നമുക്ക് എക്സാമിൽ നടക്കുന്ന ആ ഒരു അറ്റൻഡൻസ് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്തേക്കുന്ന ഹായ് വെൽക്കം ടു എൻട്രി ആപ്പ്. അങ്ങനെ ഫൈനലി നമ്മുടെ SSC CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായി. ഇപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ഓൾറെഡി ആ ഒരു എക്സാമിനെ കുറിച്ചും അതിൻ്റെ പോസ്റ്റുകളെ കുറിച്ചൊക്കെ നേരത്തെ ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ്റെ പ്ലാൻസ് അടക്കം സെഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഓൾറെഡി നിങ്ങൾ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ SSC CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഫൈനലി റിലീസ് ചെയ്തു. അപ്പോൾ 8th ആ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങൾക്കറിയാം, 8th April തൊട്ട് നമുക്ക് 7th May വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 7th May ആണ്. പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് മച്ച് ബിഫോർ ദാറ്റ് ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്കറിയാം നമ്മുടെ SSCയുടെ പുതിയ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്തവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും വേണം. അറ്റ് ദ സെയിം ടൈം രജിസ്ട്രേഷൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്തവർ എല്ലാവരും എന്ത് ചെയ്യും, ഇപ്പം പുതിയ സൈറ്റിലേക്ക് രജിസ്ട്രേഷൻ കൂടി ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാൻഡിഡേറ്റ്സ് ആ സൈറ്റിലേക്ക് വരുന്നത്. പക്ഷെ അത് കൂടാതെ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യും, ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈറ്റിൻ്റെ മുകളിൽ ലോഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും മേ ബി അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട, നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7th May ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സാം നടക്കാൻ പോകുന്നതും നമ്മുടെ ജൂലൈയിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. July 1st നമ്മുടെ എക്സാം തുടങ്ങുന്നത്. നമ്മുടെ ഇലക്ഷൻസിൻ്റെ റീസൺ കൊണ്ട് നമ്മുടെ ഈ ഒരു CHSൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്സ് കുറച്ച് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റിവൈസ്ഡ് ഡേറ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ റിവൈസ്ഡ് ഡേറ്റ് അനുസരിച്ച് July 1 എക്സാം തുടങ്ങുന്നത്. അപ്പോൾ മേ ബി ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഈ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും ആദ്യമായിട്ട് ചാനലിലേക്ക് വന്നവരാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് തന്നെ ഈ ഒരു CHSൻ്റെ എക്സാം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതുവഴി നമ്മൾ എത്തുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ നല്ല പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 12th പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ എണ്ണി നോക്കാൻ പറ്റും എത്ര വട്ടം നിങ്ങൾക്ക് ഇതിനൊന്നും അപ്ലൈ ചെയ്യാമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എണ്ണി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈ വർഷം എന്തായാലും മിസ്സാവല്ല. ഈ ഒരു വർഷം നമുക്ക് കുറേ പുതിയ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ആഡ് ആവുന്നുണ്ട് ഈ ഒരു വർഷം. അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷത്തെ CHSLനെ ഇതിന് മുമ്പത്തെ വർഷത്തെ CHSL വെച്ച് സ്പെഷ്യൽ ആക്കുന്നതും എന്തുകൊണ്ട് ഈ വർഷത്തെ CHSL പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ എക്സാം വഴി ഏത് പോസ്റ്റിലേക്കാണ് പോകുന്നത്? ഈ എക്സാം വഴി നമ്മൾ മെയിൻലി പോകുന്നത് 2 പോസ്റ്റിലേക്കാണ്. ഒന്ന് LDC, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ LDCയും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലോവർ ഡിവിഷണൽ ക്ലർക്കും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും LDC എന്ന് പറയുമ്പോൾ ലോവർ ഡിവിഷണൽ ക്ലർക്കിൻ്റെ പോസ്റ്റ് കൂടാതെ തന്നെ നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു പോസ്റ്റാണ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇത് കൂടാതെ നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 2 പോസ്റ്റ് വരുന്നുണ്ട്. ബിക്കോസ് 2 ഡിഫറെൻറ്റ് ലെവൽസിലാണ് ആ ഒരു പോസ്റ്റ് നമുക്ക് വരുന്നത്. അതിൻ്റെ സാലറിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി നേരത്തെ പല വീഡിയോസിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റ് ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ദാറ്റ് LDCയും അതുപോലെ DEU ഈ 2 പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു എക്സാം വഴി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പോസ്റ്റാണ്. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക ഒരുപാട് എന്താ പറയുക ഫീൽഡിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യാതെ ഓഫീസ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും മിനിസ്ട്രിയിലും ഒക്കെ തന്നെ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന പോലത്തെ ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ CBIയിൽ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ CBIയിൽ നമുക്കൊരു യൂണിഫോം പോസ്റ്റ് അല്ല കിട്ടുന്നത്, ഒരു ക്ലർക്കൽ പോസ്റ്റാണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു എക്സാം വഴി CBIയിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് മിനിസ്ട്രീസിലും ഡിപ്പാർട്ട്മെൻറ്റ്സിലുമാണ് ഇത് ഈ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് 2 സ്റ്റെപ്പിലായിട്ടാണ് നടത്തുന്നത്. ആദ്യമേ Tier 1 എക്സാം ഉണ്ട്. ആ ഒരു എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം അതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് Tier 2 എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ Tier 1 എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. 200 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. 60 മിനിറ്റ് ആണ് നമ്മുടെ എക്സാമിൻ്റെ
അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് നമ്മുടെ അടുത്ത എക്സാമിലേക്ക് പോകുന്നത്, നമ്മുടെ Tier 2 എക്സാമിലേക്ക് പോകുന്നത്. ഇനി Tier 2 ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. Tier 2 എക്സാം പാറ്റേണിൽ നമ്മൾ ഓൾറെഡി Tier 1 പഠിച്ച ആ ഒരു ഏരിയാസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു കമ്പ്യൂട്ടർ നോളജിൻ്റെ എക്സ്ട്രാ ഒരു 15 മിനിറ്റിൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻ്റെ 45 മാർക്കിൻ്റെ ഒരു ഏരിയ കൂടി വരുന്നുണ്ട്. പക്ഷേ അത് ക്വാളിഫൈങ് ഇൻ നേച്ചറാണ്. നമുക്ക് അവിടുത്തെ മാർക്ക് എടുക്കത്തില്ല. നമ്മുടെ മാർക്ക് മൊത്തം 360 തന്നെയാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 180 കൂടി ചേർത്ത് മൊത്തം 360 നമ്മുടെ മാർക്ക് വരുന്നത്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ ഡിസ്ക്വാളിഫൈ ആയാൽ ഓക്കെ, അവിടെ ഒരു ക്വാളിഫൈങ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അതിൽ ഡിസ്ക്വാളിഫൈ ആയാൽ നമുക്കിവിടെ 360 ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതേപോലെ നമുക്ക് ഈ ഒരു പോസ്റ്റ് രണ്ട് നിങ്ങൾക്കറിയാം, LDC ആൻഡ് ഈ പറഞ്ഞ DEO എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻട്രിയും അതുപോലെ ലോവർ ഡിവിഷണൽ ക്ലർക്കാണ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ അറിയണം, കമ്പ്യൂട്ടറിൻ്റെ ഒരു കറക്റ്റ് നോളജ് വേണം അല്ലേ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ എന്തും വരുന്നുണ്ട്, സ്കിൽ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇത് നമ്മൾ നേരത്തെ സെഷൻസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ CHSൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെഷനിലും എന്തൊക്കെയാണ് CHSൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കും ചാനലിൽ ചെന്ന് അവിടുന്ന് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി അതൊന്ന് കണ്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയാസ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ്റെ വളരെ ഡീറ്റെയിൽഡ് ഒരു ബ്രേക്ക് ഡൗൺ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് കണ്ടു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ CHS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 12th ബേസ് ചെയ്ത് ഉള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ 12th പാസ് ആയിട്ടുള്ള ഏതൊരു കാൻഡിഡേറ്റിനും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏരിയാസ് ഒക്കെ തന്നെ അത്യാവശ്യം വളരെ ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് 12th പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി 12th പാസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് പോലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, അവർക്കും ഈ എക്സാം എഴുതാൻ പറ്റും, അവരും എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ പഠിച്ചിട്ട് ഒരു ഓർമ്മ കൂടി കാണും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ 12th പാസ്സായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനും എഴുതാനും പറ്റും. ഇനി ഈ വർഷം നമുക്ക് കുറേ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഈ എക്സാം കുറച്ചുകൂടി സ്പെഷ്യലാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ ഈ ഒരു വർഷം നമ്മൾ CHSൽ മെയിൻലി ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾക്കറിയാം നമ്മുടെ നമ്മുടെ SSCയുടെ എക്സാംസിൻ്റെ വെൻഡർ മാറിയിട്ടുണ്ട് അല്ലേ. SSCയുടെ എക്സാംസ് ഇതുവരെ TCS ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇനി പുതിയ വെൻഡർ ആയിരിക്കും ഈ ഒരു എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് പുതിയ ചേഞ്ചസ് വരും. എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവരായാലും ശരി, ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി, എല്ലാവർക്കും അതെന്തായിരിക്കും, പുതുതായിരിക്കും. അപ്പോൾ അവിടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്നൊരു കേസൊന്നും വരത്തില്ല. എല്ലാവർക്കും അതൊരു പുതിയ പുതിയ വെൻഡർ ആയതുകൊണ്ട് തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ആ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ കുറേ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കവിടെ കാണാൻ പറ്റും. അത് എല്ലാവർക്കും പുതുതായിരിക്കും. അതുകൂടാതെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ, അപ്പോൾ പുതിയ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ ഒരു പാറ്റേൺസിൽ ഒരു വ്യത്യാസമില്ല. എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ എല്ലാം സെയിം ആണ്. പക്ഷേ എക്സാമിൻ്റെ ഫോർമാറ്റ് എന്ത് ചെയ്യും, അതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യും, അത് മാറും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് മാറും എന്ന് പറഞ്ഞാൽ ചെറിയ എക്സാമ്പിൾ, നമുക്കിപ്പം നേരത്തെ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ മേ ബി ഇപ്പം എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് മാറിയെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ SSCയിൽ നമ്മൾ പറയാറുന്നു ദാറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് ഒരു ഓർഡർ ഇല്ല എന്നൊക്കെ ചിലപ്പോഴെങ്കിലും നമുക്ക് ചില എക്സാംസിൽ ചില ഷിഫ്റ്റിലെങ്കിലും നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഈ വട്ടം മേ ബി ഇനി തൊട്ട് അങ്ങോട്ട് ഈ നടക്കാൻ പോകുന്ന എക്സാംസിൽ മേ ബി എന്ത് കാണും, ചിലപ്പോൾ ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എല്ലാ ഷിഫ്റ്റിലും ഇത്രയും ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഫോർമാറ്റിലേക്ക് മേ ബി അതിനെ ഓർഗനൈസ് ചെയ്തു എന്ന് വരാം. സോ നമുക്കൊരു പുതിയ സെറ്റ് ഓഫ് എക്സാം ഫോർമാറ്റ്സ് നമുക്കവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഇനി അങ്ങോട്ടുള്ള എക്സാംസിലും അങ്ങനെ ഒരു പാറ്റേൺ വരുവാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതെല്ലാം നമുക്ക് അറിയാൻ പോകുന്ന ഏത് എക്സാം വഴിയായിരിക്കും, ഈ നടക്കാൻ പോകുന്ന CHSL എക്സാം വഴിയായിരിക്കും. ആ എക്സാം ആയിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് വരാതിരിക്കുന്ന എക്സാംസിൻ്റെ ഒരു ബേസ്, എങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ പാറ്റേൺ എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ ക്ലിയർ ഐഡിയ കിട്ടാൻ പോകുന്ന ഈ CHSൻ്റെ എക്സാം വഴിയായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടിയിലും എന്ത് വരും, ചെറിയ വ്യത്യാസങ്ങൾ വരും അല്ലേ. നമുക്ക് മേ ബി ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി മാറും. അവിടെ മേ ബി കുറച്ചുകൂടി എളുപ്പമാവാം. മേ ബി ചില ഏരിയാസിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ എല്ലാം മൊത്തത്തിൽ
മൊത്തത്തിൽ ഡിഫിക്കൽട്ട് ആകും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് മേ ബി നമുക്കൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു നമ്മുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് യൂഷ്വലി നമ്മൾ കാണുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ടൈപ്സ് മാറി മേ ബി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ചില ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മേ ബി ഇനി അങ്ങോട്ടുള്ള എക്സാംസിൽ അപ്പിയർ ചെയ്തെന്ന് വരാം. എന്ന് പറഞ്ഞാൽ നേരത്തെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ മാറി കുറച്ചുകൂടി ഇതുവരെ ചോദിക്കാത്ത ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് വരാം. അങ്ങനെ പുതിയ എന്താ പറയുക നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽസ് നമുക്ക് മാറുന്നതും നമുക്കവിടെ അറിയാൻ പറ്റും ഈ എക്സാം നടക്കുമ്പോൾ. അതുപോലെ വേരിയേഷൻ ഇൻ ക്വസ്റ്റ്യൻ റേഷ്യോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ റേഷ്യോയിൽ എന്ത് വരാം നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. മേ ബി നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ടൈം വർക്കും പൈസൺ സിസ്റ്റൻ്റെ ഒക്കെ ടോപ്പിക് ഒരു കോൺസിൻ്റെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ടൈം വർക്കും പൈസൺ സിസ്റ്റൻ്റെ ഒക്കെ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ടൈം വർക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. യൂഷ്വലി പൈസൺ സിസ്റ്റൻ ക്വസ്റ്റ്യൻസ് വളരെ റയർ ആയിട്ടേ കാണാറുള്ളൂ. പക്ഷേ ചില ഷിഫ്റ്റുകളിൽ നമുക്ക് ചിലപ്പം ഈ പറയുന്ന എന്താ പറയുക ടൈം വർക്കിൽ നിന്ന് തന്നെ 1, 2, 3 ക്വസ്റ്റ്യനൊക്കെ കയറി വരാറുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു റേഷ്യോസ് ഒക്കെ മാറി കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ടൈം വർക്കിൻ്റെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അതുപോലെ പൈസൺ സിസ്റ്റനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ റേഷ്യോ ഓക്കെ ലൈക്ക് ആ ഒരു ചോദിക്കുന്ന ചാപ്റ്റർ ടു ക്വസ്റ്റ്യൻ്റെ റേഷ്യോസിൽ എന്ത് ചെയ്യാം നല്ലൊരു വേരിയേഷൻ നമുക്ക് മേ ബി ഇനി വരാൻ പോകുന്ന എക്സാംസിൽ കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമ്മൾ അറിയാൻ പോകുന്നത് നമ്മൾ ഈ ആദ്യം നടക്കാൻ പോകുന്ന ഈ വെൻഡർ മാറിയതിനു ശേഷം നടക്കാൻ പോകുന്ന ഈ ഒരു CHSൻ്റെ എക്സാം വഴിയാണ് നമ്മളിതെല്ലാം അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എല്ലാവർക്കും എന്തായിരിക്കും ഒരു പുതിയ എക്സാം എഴുതുന്ന പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും പറയാറുണ്ട് ആൾ നേരത്തെ തൊട്ടേ പഠിക്കുമല്ലോ അപ്പോൾ ആൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് വരത്തില്ല. അപ്പോൾ ഇവിടെ ആ ഒരു അഡ്വാൻറ്റേജ് ഒരുപാട് പേർക്കും വരത്തില്ല. എല്ലാവരും പുതിയൊരു എക്സാം എഴുതുന്ന പോലെ ആയിരിക്കും. ബിക്കോസ് പുതിയൊരു വെൻഡറാണ് വരുന്നത്. ഡെഫിനറ്റ്ലി കൺസെപ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻസിൽ മാത്രം എന്ത് ചെയ്യും ആ ഒരു വേരിയേഷൻ വരും. അപ്പം പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ? ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. അവരവരുടെ കൺസെപ്റ്റ് ഒക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ കൺസെപ്റ്റ് എന്ത് ചെയ്യും അത് സെയിം ആയിരിക്കും, വിൽ റിമെയിൻ സെയിം. പക്ഷേ എന്തായിരിക്കും മാറുന്നത്? ക്വസ്റ്റിൻ്റെ പാറ്റേൺസ് മാറാം, ക്വസ്റ്റിൻ്റെ ഫോർമാറ്റ്സ് മാറാം, ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽസിൽ വ്യത്യാസം വരും, ക്വസ്റ്റിൻ്റെ ചോദിക്കുന്നതിൻ്റെ റേഷ്യോസ് മാറും. സോ അതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് എന്താണ് ഈ എക്സാമിന് മാത്രമാണ് ഇതൊന്നും നടക്കാൻ പോകുന്നത്? അല്ല, ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാം മോസ്റ്റ്ലി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് CGLൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന SSCയുടെ എല്ലാ എക്സാംസും നിങ്ങൾക്കറിയാം ഈ വർഷം CGLൻ്റെ എക്സാം നമ്മുടെ CHSൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പാറ്റേൺസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി പാറ്റേൺസ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന CGLൻ്റെ എക്സാം വളരെ നല്ലപോലെ എഴുതാനും നമുക്കൊരു അഡ്വാൻറ്റേജ് കൂടി കിട്ടുകയാണ്. അപ്പം ഈ ഒറ്റ എക്സാമിന് മാത്രമല്ല നമ്മുടെ എല്ലാ SSCയുടെ എക്സാംസിനും നമുക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ചേഞ്ചസ് അവിടെ ഡെഫിനറ്റ്ലി വരും. ഇനി റിമൈനിങ് ബാക്കിയുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വേക്കൻസി. നമ്മുടെ CHSനെ കുറിച്ച് യൂഷ്വലി പറയുന്നൊരു കാര്യമുണ്ട്, വേക്കൻസീസ് കുറവാണ്, അതുകൊണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറില്ല, അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ഈ വട്ടത്തിൽ നമ്മുടെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു നിങ്ങൾക്കറിയാം. ഈ വർഷത്തെ വേക്കൻസി ഓൾറെഡി അതിൻ്റെ അകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനിഷ്യലി ഇപ്പോൾ ഉള്ള വേക്കൻസി പറഞ്ഞേക്കുന്നത് തന്നെ 3712 വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ആ വേക്കൻസീസ് ഇനിയും ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർലി ആ ഒരു വേക്കൻസിയുടെ കൗണ്ടിൻ്റെ കൂടെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ വർഷം ഈ ഒരു എക്സാം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ആ വേക്കൻസിയുടെ ആ ഒരു നമ്പേഴ്സ് കാണാൻ പറ്റും. നമുക്ക് 2020 വേക്കൻസി 4726 ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 എല്ലാത്തിനെയും വേക്കൻസീസ് കൂടുതലായിരുന്നു. CGL ആയാലും CHSL ആയാലും എല്ലാത്തിനും നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു. 2021 അത്യാവശ്യം വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷേ 2022 ആയപ്പം ആ വേക്കൻസി ഓൾമോസ്റ്റ് എന്തായി പകുതിയായി എന്ന് പറഞ്ഞാൽ വേക്കൻസീസ് ഓൾമോസ്റ്റ് പകുതിയായി കുറഞ്ഞു. ഓക്കെ, അതിനുശേഷം പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ 2023 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആദ്യമേ നോട്ടിഫിക്കേഷൻ 1600 വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് വന്നെങ്കിലും പിന്നെ ആ വേക്കൻസീസ് കുറഞ്ഞ് 1211 വേക്കൻസീസ് മാത്രമേ വന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു വേക്കൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വർഷം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വീണ്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു വളരെ വലിയ ഇൻക്രീസ് ആണ് ആ ഒരു വേക്കൻസിയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും ഇവിടുന്ന് ഇത് കുറഞ്ഞു, ഇവിടുന്ന് വീണ്ടും അതിനേക്കാളും കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു, എന്നിട്ട് പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു വളരെയധികം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം വേക്കൻസീസ് എന്തുണ്ട് കഴിഞ്ഞ 2 വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പം വേക്കൻസീസ് വളരെ കൂടുതലുണ്ട്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം എന്തായിരുന്നു ഇത്രയും വേക്കൻസി കുറവ് വരാനുള്ള കാരണം? കഴിഞ്ഞ വർഷം ഇത്രയും വേക്കൻസി കുറവ് വരാനുള്ള കാരണം ആദ്യമേ അത്യാവശ്യം വേക്കൻസി വന്നതിന് ശേഷം പിന്നെ ആ വേക്കൻസി കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് പ്രൊമോഷൻസ് നടക്കേണ്ടിയിരുന്ന പ്രൊമോഷൻസിനെ എന്ത് ചെയ്തു കുറച്ച് ലാഗ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ലാഗ് ചെയ്ത കാരണം ആ ഒരു വേക്കൻസീസ് എന്ത് ചെയ്യേണ്ടി വന്നില്ല, ഫില്ല് ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് എന്ത് ചെയ്തു കുറവായിരുന്നു. പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്തു ആ പ്രൊമോഷൻസ് ഒക്കെ തന്നെ ക്ലിയർ ആയി. ഓക്കെ, ആ പ്രൊമോഷൻസ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട്
ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഈ വർഷം എന്ത് ചെയ്തു, വേക്കൻസീസ് കൂടി ആൻഡ് ഇനിയും വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേക്കൻസീസ് ഈ വർഷം കൂടുതലായത് തന്നെ നമുക്കവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ നമുക്കവിടെ ഫോം ഫില്ല് ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ആ ഒരു നമുക്ക് എക്സാമിൽ നടക്കുന്ന ആ ഒരു അറ്റൻഡൻസ് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്തേക്കുന്ന ആ ഒരു കാൻഡിഡേറ്റ്സ്, ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഫോം ഫില്ല് ചെയ്തേക്കുന്ന ആ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് കാണാം. നമുക്കവിടെ 37,000 ഉണ്ടായിരുന്നു 2020. അതിനുശേഷം 38,000 ഉണ്ടായിരുന്നു 2021. അതിനുശേഷം അത് നല്ലപോലെ കുറഞ്ഞു. 37 lakh ഉണ്ടായിരുന്നു നമുക്ക് ഈ പറഞ്ഞ 2020. അതിനുശേഷം നമുക്ക് 38 lakh ഉണ്ടായിരുന്നു നമുക്ക് ഈ പറഞ്ഞ 2021. അതിനുശേഷം 32 lakh ആയിട്ട് അത് എന്ത് ചെയ്തു, കുറഞ്ഞു നമുക്ക്. അതിനുശേഷം പിന്നെ 32 lakh തന്നെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷവും. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ ഈ വർഷം ഇനി എത്ര വരും എന്നുള്ളത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൽ എക്സാം എഴുതിയവരുടെ കൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 14 lakh ആണ് എക്സാം അറ്റൻഡ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 38 lakh അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 14 lakh ആണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ അടുത്ത വർഷം 13 ലക്ഷം, അതിനുശേഷം 12 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആ എക്സാം എഴുതുന്നവരുടെ കൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വട്ടം ഇനി എത്ര പേര് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ എത്ര അറ്റൻഡൻസ് വരുമെന്ന് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറ്റൻഡൻസ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അറ്റൻഡൻസ് കുറയാനുള്ള ചാൻസ് ആണ് കൂടുതലും വരുന്നത്. ബിക്കോസ് വേക്കൻസി കൂടിയിട്ടുണ്ട്, പക്ഷേ അവിടെ നമുക്ക് ആ ഒരു അറ്റൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ് വരുവാണ്. സോ അതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ഈ വർഷം വീണ്ടും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കുറയാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ഇനിയും വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മുടെ ഈ വർഷത്തെ CHSനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ വേക്കൻസിയുടെ ഒരു ട്രെൻഡ് വേറെ എക്സാംസ് എടുത്താലും കാണാൻ പറ്റും. ഒരു ചെറിയ എക്സാമിന് വേണ്ടി നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള SSC CPOയുടെ എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ 2021 വേക്കൻസി 1564 ആയിരുന്നു. അതിനുശേഷം 2022 4300 ആയിരുന്നു. 23 ആയപ്പോൾ ആ വേക്കൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞു, 1876 ആയിരുന്നു. ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഈ വർഷം വേക്കൻസി വളരെയധികം കൂടി, ഓൾമോസ്റ്റ് 2 times അല്ലെങ്കിൽ 3 times വന്നിട്ടുണ്ട്. നമുക്ക് 4187 ആണ് വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും എന്ത് ചെയ്തു, നമ്മുടെ വേക്കൻസീസ് കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എഗെയിൻ നമുക്ക് ഇവിടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഇവിടെയും വേക്കൻസി കൂടിയിട്ടുണ്ടായത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ വേക്കൻസീസ് കൂടാനുള്ള വേറൊരു റീസൺ, ഈ വർഷത്തെ എക്സാംസിനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാനുള്ള വേറെ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ കുറച്ച് വേക്കൻസീസ് ആണ് 2022 2023 ഫില്ല് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം വേക്കൻസീസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രൊമോഷൻസ് ലാഗ് ചെയ്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പ്രൊമോഷൻസ് ഒക്കെ തന്നെ നമ്മുടെ December 2023 എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്ത് വരും, വേക്കൻസീസ് കൂടുതൽ വരും. ബിക്കോസ് ആ ഒരു വേക്കൻ്റ് ആയ പ്രൊമോട്ടഡ് ആയിട്ടുള്ള ആ ഒരു വേക്കൻ്റ് ആയ സീറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, അതേപോലെ നമുക്ക് വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3 to 4 അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ CHSലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റ്സ്, ചില മിനിസ്ട്രിൻ്റെ അണ്ടറിലുള്ള ചില അഡീഷണൽ 3 to 4 ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേക്കൻസീസ് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും നമുക്കവിടെ ഇൻക്രീസ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇത് കൂടാതെ വേറെ ഇമ്പോർട്ടൻറ്റ് റീസൺസ്, നമ്മുടെ ഈ വർഷത്തെ CHSനെ സ്പെഷ്യൽ ആക്കുന്ന വേറെ കുറേ ഇമ്പോർട്ടൻറ്റ് റീസൺസ് എന്ന് പറയുന്നത് ലെസ് കോമ്പറ്റീഷൻ ഇൻ കമ്പാരിസൺ ടു പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ഒട്ടും ഇല്ല എന്നല്ല പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ കുറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ കുറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമുക്ക് പെൻഡിങ് റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെൻഡിങ് റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നുമില്ല. ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാരണ എക്സാംസ് നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതിന് മുമ്പുള്ള എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവർ മേ ബി CGLൻ്റെ എക്സാം എഴുതും. പക്ഷേ CGLൻ്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് CHSൻ്റെ എക്സാം വരുമ്പോൾ CHSൻ്റെ എക്സാമും എഴുതും. എന്നിട്ട് അടുത്ത എക്സാം വരുമ്പോൾ അടുത്ത എക്സാമും എഴുതും. അപ്പോൾ റിസൾട്ട് ലാഗ് ആവുന്ന കാരണം നമ്മുടെ ആ റിക്രൂട്ട്മെൻറ്റ്സ് ലാഗ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു കേസ് കാരണം ഒരേ ആൾ കുറേ എക്സാംസ് എഴുതും. അപ്പോൾ അവസാനം ചിലപ്പോൾ ഒരു എക്സാം കിട്ടുമ്പോൾ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ എക്സാമിന് വേണ്ടി മാത്രമേ പോകത്തുള്ളൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താവും, വേറെ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി കൂടി മിസ്സാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു റിസൾട്ട്സ് ഒക്കെ പെൻഡിങ് വരുന്ന കാരണം നമുക്ക് അവിടെ അത് കാരണം ഒരുപാട് എഫക്റ്റ് വരുമായിരുന്നു ഒരുപാട് കാൻഡിഡേറ്റ്സിന്. പക്ഷേ ഇനിയിപ്പോൾ എന്തല്ല, നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് ഒരു 2 വർഷമായിട്ട് നടക്കുന്ന എക്സാംസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, എക്സാംസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വളരെ പെട്ടെന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെൻഡിങ് റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല, പെൻഡിങ് ആയിട്ടുള്ള ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള
വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ എക്സാം എഴുതത്തുള്ളൂ. അതേ സെയിം ടൈം നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ കൗണ്ട് എന്ത് ചെയ്ത് വരുവാണ്, കാൻഡിഡേറ്റ്സിൻ്റെ കൗണ്ട് കുറഞ്ഞു വരുവാണ്. ഓക്കെ, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ അറ്റൻഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് നമ്മുടെ കഴിഞ്ഞ കുറേ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞാണ് വരുന്നെങ്കിലും നമ്മുടെ അപ്ലൈ ചെയ്തിട്ട് എഴുതുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അറ്റൻഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല അറ്റൻഡൻസിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ആയിട്ട് ആ ഒരു എക്സാം അപ്ലൈ ചെയ്യും, എന്നിട്ട് അടുത്ത റിസൾട്ട് വരുമ്പോൾ പിന്നെ അതിന് പോകത്തില്ല, അങ്ങനെയുള്ള കേസല്ല. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഓൾറെഡി ആ ഒരു നേരത്തെ എക്സാം ഓൾറെഡി റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ അടുത്ത എക്സാം വരുമ്പോൾ അത് അപ്ലൈ ചെയ്ത് അതിൽ സീരിയസ് ആയിട്ടുള്ളവർ മാത്രമേ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി കൂടുതലും പോകാറുള്ളൂ. അതേപോലെ തന്നെ ഈ വർഷം വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് നമ്മുടെ CGLൻ്റെ എക്സാം വരുന്നത് പിന്നാണ് വരുന്നത്. അപ്പോൾ നേരത്തെ ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ് CGL എക്സാം എഴുതും, CGL എക്സാം വരും. അപ്പോൾ CGLൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഉടനെ CSL വരുമ്പോൾ CSLൻ്റെ എക്സാം പോകും, പിന്നെ MTSൻ്റെ പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സാം എഴുതും, എന്നിട്ട് പിന്നെ അതിനേക്കാളും ലോവർ എക്സാംസ് വരുമ്പോൾ അതിന് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ വർഷമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ CGLൻ്റെ എക്സാം പിന്നെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങൾക്കറിയാം CGLൻ്റെ എക്സാമിനായിരിക്കും നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നത്, അവർ ബാക്കി എക്സാംസ് ഒന്നും തന്നെ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യും, CGLൻ്റെ എക്സാം പിന്നെ വരുന്നതുകൊണ്ട് തന്നെ CGLൻ്റെ എക്സാമിന് വേണ്ടിയായിരിക്കും നല്ലപോലെ നോക്കുന്നത്. അപ്പോൾ അവർ CHSLനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് CSLൻ്റെ സ്കിൽ ടെസ്റ്റ് അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകത്തില്ല. ഒരുപാട് പേര് മേ ബി CGL മാത്രം ഫോക്കസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് CGL മാത്രമേ ഫോക്കസ് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. നേരത്തെ പറഞ്ഞുള്ള CGL എഴുതി, ഇനിയിപ്പം CGLൻ്റെ റിസൾട്ട് വരത്തുകൊണ്ട് CHSL എഴുതിയേക്കാം, ഇനി CHSL റിസൾട്ട് വരത്തുകൊണ്ട് അടുത്ത MTS എഴുതിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകാനുള്ള ചാൻസസ് അവിടെ കുറവാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് പേര് എഴുതും, പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പഴയ ഒരു ട്രെൻഡ് വെച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടെ വീണ്ടും കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പിന്നെ ഒരു വളരെ മേജർ റീസൺ ഈ വർഷത്തെ നമ്മുടെ CHSL കോമ്പറ്റീഷൻ കുറയാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷം എന്തിൻ്റെ എക്സാം ഉണ്ട്, നമ്മുടെ റെയിൽവേയുടെ എക്സാം ഉണ്ട്. റെയിൽവേ NTPCയുടെയും അതുകൂടാതെ റെയിൽവേയുടെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരും ഈ പറയുന്ന CHSLൻ്റെ വേക്കൻസി കുറവാണ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം കുറവായിരുന്നതുകൊണ്ട് ഈ വർഷം ഇനി കുറവായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു SSC നോക്കുന്നതിന് പകരം ഈ വർഷം നമുക്കൊരു കാര്യം ചെയ്യാം. റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, റെയിൽവേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ടായതുകൊണ്ട് നമുക്ക് റെയിൽവേ മാത്രം ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് കാണും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാൻ നിൽക്കത്തില്ല, ഒരുപാട് പേര് CHSL എഴുതാൻ നിൽക്കത്തില്ല. അതിന് പകരം ഈ പറയുന്ന NTPC പോലത്തെ എക്സാംസ് ആയിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. NTPCയും അതുപോലെ വേറെ RPF, ALP, ടെക്നീഷ്യൻ അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ആയിരിക്കും ഒരുപാട് പേരും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വളരെ വലിയൊരു മേജർ റീസൺ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ CHSLൻ്റെ എക്സാമിലേക്ക് പോകുന്ന എന്താ പറയുക, CHSLൻ്റെ എക്സാമിൻ്റെ ഒരു കോമ്പറ്റീഷൻ കുറയാനും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കൗണ്ട് കുറയാനും ഈ ഫോം ഫില്ലപ്പിൻ്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറയാനൊക്കെ തന്നെ ഒരു വളരെ മേജർ റീസൺ ആയിരിക്കും നമ്മുടെ ഈ റെയിൽവേയുടെ ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റെയിൽവേയുടെ എഫക്റ്റ് കാരണം നമ്മുടെ CHSL കോമ്പറ്റീഷൻ കുറയും, നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതിന് വേണ്ടി മാത്രം നോക്കുന്നവർ അല്ലെങ്കിൽ ഇതിന് വേണ്ടി നല്ലപോലെ നോക്കുന്നവർക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ റീസൺസ് ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് ഈ വർഷം. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ റീസൺസ് നമ്മുടെ ഈ വർഷത്തെ CHSLൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സാം എഴുതി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുവാണ്, നല്ലപോലെ കൂട്ടുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിൽ നിങ്ങൾക്ക് വരാം. ഒരുപാട് പേരും SSCയുടെ എക്സാംസിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് SSCയുടെ എക്സാം നടന്നു കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ ലേറ്റ് ആവാറുണ്ട്. പണ്ട് നമ്മൾ 2 വർഷം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CGLൻ്റെ എക്സാം എഴുതും, എന്നിട്ട് അത് റിസൾട്ട് വരത്തുണ്ട് അടുത്ത എക്സാം എഴുതും, ഇങ്ങനെ വരുന്ന എക്സാംസ് എല്ലാം തന്നെ എഴുതിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യും, അവിടെ തന്നെ ലാഗ് ആയിക്കൊണ്ടേയിരിക്കും. പലരുടെയും റിസൾട്ട് വരാത്ത കാരണം ഒരുപാട് ലാഗാവും, എന്നിട്ട് പിന്നെ അവസാനം റിസൾട്ട് വരുമ്പോൾ പല ലിസ്റ്റിലും അവരുടെ പേര് വരും. അപ്പോൾ ഒരുപാട് പേരുടെ ഓപ്പർച്യൂണിറ്റീസ് പോകും. പക്ഷേ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെ ആ ഒരു എക്സാം പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരുപാട് എക്സാംസും നടക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് SSC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പണ്ട് നമ്മൾ ബാങ്കും SSC കൂടി ഒരുപാട് പേര് കമ്പയർ ചെയ്തിട്ട് പറയുമായിരുന്നു ബാങ്കിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സിന് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ബാങ്ക് ജോലി കയ്യിലിരിക്കും. പക്ഷേ SSCയുടെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഒരു 1.5-2 വർഷം ചിലപ്പം 2.5-3 വർഷമൊക്കെ കേസൊക്കെ വന്നതിന് ശേഷം 2 വർഷം 3 വർഷമൊക്കെ എടുക്കും ജോലി കിട്ടാൻ വേണ്ടി എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു ട്രെൻഡ് ഇപ്പം കംപ്ലീറ്റ്ലി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ കുറേ എക്സാംസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഓക്കെ എക്സാം നടന്ന ഡേറ്റ് അല്ല, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്ന ഡേറ്റുമാണ് നിങ്ങൾ ഈ കാണുന്നത് കുറേ എക്സാംസിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കാണാം നമ്മുടെ SSC CGL 2023 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് ആയിരുന്നു. നമ്മുടെ റിസൾട്ട് അപ്പം വന്നു ഡിസംബറിൽ വന്നു. അപ്പോൾ ഏകദേശം നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 മന്ത്സിൻ്റെ അകത്ത് തന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. ഓക്കെ ഓൾമോസ്റ്റ് 7 മന്ത്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. CHSLൻ്റെ എക്സാം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജൂണിലാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ആ റിസൾട്ട് എപ്പം വന്നു, നമ്മുടെ ഫെബ്രുവരിയിൽ വന്നു. സോ എഗെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഓൾമോസ്റ്റ് നമുക്കൊരു 7 to 8 മന്ത്സിൻ്റെ അകത്ത് അവിടുത്തെ പ്രോസസ്സും നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവാം. എന്ന്
പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം എക്സാം നടന്ന ഫസ്റ്റ് tier 1 എക്സാം പറയുന്ന ഡേറ്റ് അല്ല അവിടെ പറയുന്നത്. നമ്മൾ പറയുന്ന ഏത് ഡേറ്റ് ആണ്, നോട്ടിഫിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വെച്ചാണ് നമ്മൾ ആ കമ്പയർ ചെയ്യുന്നത്. അതിനെ ഫൈനൽ റിസൾട്ട് വന്ന ഡേറ്റ് വെച്ചോ. അതേപോലെ തന്നെ അടുത്ത MTSലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് 7/2023 നോട്ടിഫിക്കേഷൻ വന്നു, ഫൈനൽ റിസൾട്ട് എപ്പോൾ വന്നു 12/2020 നമുക്ക് ഫൈനൽ റിസൾട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 4 മാസം 5 മാസത്തിനകത്ത് ആ പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയി. അതുപോലെ അടുത്ത ബാക്കിയുള്ള എക്സാംസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി എന്താ പറയുക, ഒരുപാട് പേര് എഴുതാത്ത ചില എക്സാംസിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിലും നമ്മുടെ SSCയുടെ ഡൽഹി പോലീസ് CPOയുടെ എക്സാം പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 2023 ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 2024 നമുക്ക് എന്ത് ചെയ്തു, റിസൾട്ട് വന്നു, ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഓൾമോസ്റ്റ് 4 തൊട്ട് 5 മാസത്തിൻ്റെ അകത്ത് ആ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആയി. അതുപോലെ GD കോൺസ്റ്റബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. നമുക്ക് നവംബർ 2022 ആൻഡ് ഓഗസ്റ്റ് 2023 അവിടെ നമുക്ക് ആ ഒരു 2022 വെച്ചാണ് നമ്മളിത് കമ്പയർ ചെയ്യുന്നത്. 2022 വെച്ച് നമ്മളിത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ വരുന്ന ആ ഒരു ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 8 months കൊണ്ട് ആ ഒരു പ്രോസസ്സ് മൊത്തം കളഞ്ഞു. 2023 എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ സമയം കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് 22 നടന്ന എക്സാമിനെ കുറിച്ച്. ഇനി അടുത്ത സ്റ്റെനോഗ്രാഫറുടെ എക്സാം നിങ്ങൾ കാണാൻ പറ്റും ഓഗസ്റ്റ് 2023 നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്. ഫെബ്രുവരിയിൽ നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഓൾമോസ്റ്റ് ഒരു 5 തൊട്ട് 6 മാസത്തിൻ്റെ അകത്ത് അവിടെ വന്നു. അപ്പം നിങ്ങൾക്കിപ്പം ഇവിടെ ആ അത്രയും റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. എല്ലാ റിസൾട്ട്സും നമുക്ക് ഏകദേശം ഒരു 4 തൊട്ട് 7 മാസത്തിൻ്റെ അകത്ത് തന്നെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് തൊട്ട് നമ്മുടെ റിസൾട്ടിൻ്റെ ഫൈനൽ റിസൾട്ടിൻ്റെ ഡേറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 4 to 7 months അതാണ് എടുത്തേക്കുന്ന സമയം എന്ന് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ബാങ്കിൻ്റെ പോലെ തന്നെ SSCയുടെ എക്സാംസ് ഈവൻ ബാങ്കിനേക്കാളും ഫാസ്റ്റായിട്ട് നടക്കുന്ന എക്സാംസ് ഇപ്പം നടക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ SSCയുടെ എക്സാംസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും തന്നെ പെൻഡിങ് വരുന്നില്ല. ഒരേ എക്സാം എഴുതിയ ആൾ പല ഒരുപാട് കണ്ടിന്യൂ എക്സാംസ് എഴുതുന്നില്ല. പെട്ടെന്ന് റിസൾട്ട് വന്ന് അവർ ആ ജോലി കിട്ടി എന്ത് ചെയ്യുകയാണ്, അവരങ്ങ് പോവുകയാണ്. അവർ പിന്നെ അതിൻ്റെ ലോവർ ലെവൽ എക്സാംസ് എഴുതാൻ അവർ സമയം വേസ്റ്റ് ചെയ്യാറില്ല. അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നില്ല, വേറെ ആരുടെയും ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സാവുന്നില്ല. സോ അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഈ വർഷം നടക്കുന്നത്. കഴിഞ്ഞ വർഷം ആ ഒരു എക്സാംസ് അത്രയും സ്പീഡിലാണ് നടത്തിയെങ്കിൽ ഈ വർഷം എക്സാംസ് എന്തായിരിക്കും, കുറച്ചുകൂടി സ്പീഡിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ വർഷം വിളിച്ചു തുടങ്ങിയ ഈ ഒരു എക്സാംസ്. ഇനി CHSL മാത്രമല്ല, ബാക്കി വിളിക്കാനിരിക്കുന്ന എക്സാംസ് കൂടിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ലാസ്റ്റ് 2023 tier 1 കട്ട് ഓഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 153.9 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അൺറിസർവ്ഡിൻ്റെ. അതുപോലെ തന്നെ 2022 tier 1 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 157 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഇപ്പം ഇത്രയും ഒരു കട്ട് ഓഫ് വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വർഷം നിങ്ങൾക്കറിയാം പുതിയ വെൻഡറാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഒരുപാട് റീസൺസ് കൊണ്ട് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കട്ട് ഓഫിൽ എന്ത് ചെയ്യും, ഇത്രയും വലിയൊരു കട്ട് ഓഫ് വരാൻ സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, എക്സാം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നെയും കട്ട് ഓഫ് കുറയും, അല്ലെങ്കിൽ നമ്മുടെ എക്സാംസ് എന്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഈ ഒരു പുതിയ വെൻഡർ വരുന്ന കാരണം നമുക്ക് ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ആണ് ഈ വർഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സാമിൻ്റെ ഈ ഒരു SSC CHSL എക്സാം ഈ ഒരു പല റീസൺസ് ആണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റും ഒരുപാട് സ്പെഷ്യലുമാണ്. എസ്പെഷ്യലി CHSL എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വർഷം. അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ 2023 2022 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു CBIയിൽ വരെ നമുക്ക് ഈ ഒരു പോസ്റ്റ് വഴി ജോയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ CBIയിൽ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു 2023 2022 എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഒരു കട്ട് ഓഫ് 360 എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാം. നമ്മുടെ ആ ഒരു CBI എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ക്ലർക്കൽ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എത്ര കട്ട് ഓഫ് വേണം അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു CHSLൻ്റെ എക്സാം മാത്രമല്ല, ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഒരുപാട് എക്സാംസിനും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം CHSLൻ്റെ എക്സാമിന് പഠിക്കാൻ വേണ്ടിയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ അതിൻ്റെ സാലറി കൂടിയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നേരത്തെ ഒരു സാലറി എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന CHSLൻ്റെ നേരത്തെ ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 35,000 36,000 ആയിരുന്നു മന്ത്ലി നമ്മുടെ സാലറി എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ നമ്മുടെ DA എന്ന് പറയുന്നത്, നമ്മുടെ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് 38% ആയിരുന്നു കഴിഞ്ഞ ആ ഒരു വർഷം. പക്ഷേ ഇപ്പം നമ്മുടെ ആ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50% ആയിട്ട് ഹൈക്ക് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാലറിയുടെ ബേസിക് പേയുടെ 50% എന്താണ്, ഡിയറൻസ് അലവൻസ് ആണ്. ഇത് കൂടാതെ പിന്നെ HRA ഉണ്ട്, നമ്മുടെ ട്രാവൽ അലവൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ നേരത്തേക്കാളും ഡബിൾ ആയിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു ബേസിക് പേയുടെ കൂടെ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ CHSLൻ്റെ ഒരു ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം എത്ര വരുന്നുണ്ട്, 40,000 ത്തോളം നമ്മുടെ ആ ഒരു സാലറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെറും +2 മാത്രം ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാം,
ആ ഒരു എക്സാമിൽ കിട്ടുന്ന ഒരു വളരെ ക്ലർക്കൽ ലെവൽ, ലോവർ ഡിവിഷണൽ ക്ലർക്കൽ ലെവൽ പോസ്റ്റ്, ആ പോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 40,000 rupees സാലറി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് വേരിയസ് മിനിസ്ട്രി, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻക്ലൂഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CBI പോലത്തെ, ഈവൻ CBI പോലത്തെ ആ ഒരു അത്രയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലടക്കമാണ് നമ്മൾ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതും വെറും +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി നമുക്കിതിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ, ഓർ നിങ്ങൾ ഈ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഇരിക്കുന്നവരാണ്, ഈവൻ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ CHSന്റെ എക്സാം എന്ന് പറയുന്നത്. ആൻഡ് ഈ വർഷം മാത്രമല്ല, നിങ്ങളിത് ആദ്യമായിട്ട് അറിയാം, ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി വരുന്ന വർഷങ്ങളിലും ഈ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബിക്കോസ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കഴിഞ്ഞാൽ ഇതിന് ശേഷം MTSും വരുന്നുണ്ട്. അതിന് നമുക്ക് 10th മതി നമുക്ക് ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇപ്പം ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ CHSLയുടെ എക്സാമും ഇത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ബാക്കി എക്സാംസും. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇത് മാത്രമല്ല, നമുക്കിത് കഴിഞ്ഞ് ഇനിയും ഒരുപാട് എക്സാംസ് വരാനിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു CHSന്റെ എക്സാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രൊമോഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് കയറുമ്പോൾ ഇതൊരു വെറും ക്ലർക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് തോന്നും. പക്ഷേ അവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ LDC ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4 വർഷമൊക്കെ കഴിയുമ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആവും. അതിനുശേഷം പിന്നെ ഡിവിഷൻ ക്ലർക്ക്, സെക്ഷൻ ഓഫീസർ വരെ നിങ്ങൾക്ക് ആ പ്രൊമോഷൻസ് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആവും. ഒരു 6 to 7 ഇയേഴ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ അവിടെ എത്തും. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഗ്രേഡ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ ആ ഗ്രേഡ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു സിസ്റ്റം മാനേജർ അല്ലെങ്കിൽ സിസ്റ്റം അനലിസ്റ്റ് വരെയുള്ള പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അപ്പോൾ അവിടെ നല്ലൊരു പ്രൊമോഷൻസ് ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്താൽ പോലും വരുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം മാത്രമല്ല, വരാതിരിക്കുന്ന വേറെ ഒരുപാട് എക്സാംസ് കൂടിയാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും, ഇവൻ ഇപ്പം +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇനി ഇതിന് ഫ്യൂച്ചറിൽ ഇതിൻ്റെ കൂടെ ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാം ആണ് ഇതേ +2 വെച്ച് മാത്രം എഴുതാൻ പറ്റുന്ന നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ RRB NTPCയുടെ എക്സാം എന്ന് പറഞ്ഞാൽ, അവിടെയും നമുക്ക് NTPCയുടെ എക്സാംസിൽ 12th മാത്രം വെച്ച്, ആ ഒരു 12th ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് അടക്കം നമുക്ക് അവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് അതും ഈ ഒരു എക്സാമിൻ്റെ കൂടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ എക്സാംസ് വരും. സോ നിങ്ങൾക്ക് അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത് കൂടാതെ തന്നെ ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഉണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ CHSലിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ CGLൻ്റെ എക്സാമിന് വേണ്ടി കൂടിയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MTSൻ്റെ എക്സാം നമുക്ക് അവിടെ വരാതിരിപ്പുണ്ട്. അതുകൂടാതെ വേറെ സ്റ്റെനോ, അതുപോലെ UPSCൻ്റെ അണ്ടറിൽ വരുന്ന വേറെ ചില പോസ്റ്റുകൾ, ഇങ്ങനെ കുറേ എക്സാംസ് ആണ് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം മന്തും ഡേറ്റ്സും അവിടെ കാണാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത്. സോ ഈ ഒറ്റ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ വഴി നിങ്ങൾ വരാതിരിക്കുന്ന ഒരുപാട് എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഒരുപാട് പേരും CHSൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കാറില്ല, നമ്മുടെ വേക്കൻസി കുറവായതുകൊണ്ട്, അങ്ങനെയുള്ള കുറേ റീസൺ കൊണ്ട്. പക്ഷേ ഈ വർഷത്തെ CHSൻ്റെ എക്സാമിന് ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. അപ്പോൾ ഒരുപാട് പേര് ഈ വർഷം വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ വേറെ ഒരുപാട് എക്സാംസ് നോക്കാൻ സാധ്യതയുള്ള ഒരു ടൈമാണിത്. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു എക്സാമിൻ്റെ വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നുണ്ട്, പുതിയ വെൻഡർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് വരും. അപ്പോൾ നമുക്കവിടെ എക്സാമിൻ്റെ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഈ എക്സാമിനും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എത്രയും വേഗം തന്നെ. ബിക്കോസ് നമുക്ക് ഇനി ഏകദേശം ഒരു 75 to 80 ഡേയ്സ് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ളൂ. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാനും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഈവൻ നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിലും, നിങ്ങൾ ഈവൻ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എൻട്രി അതിനുവേണ്ടി ഒരുപാട് ബാച്ചസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ CGLന് വേണ്ടിയും CHSന് വേണ്ടിയും വേറെ നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ NTPCയുടെ എക്സാംസിനൊക്കെ വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് ഏതൊക്കെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8714766666 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനും, അതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ നമുക്ക് ഈ ഒരു ബാച്ചസിലേക്ക് നമ്മുടെ CGL ആയാലും NTPC ആയാലും CHSL ആയാലും ഇതിൻ്റെ ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചും ഈ ഒരു എക്സാമിനെ കുറിച്ചുമുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എത്രയും വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യില്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക്